ഇന്നത്തെ സ്പെഷ്യൽ കല്ലുമ്മക്കായും കട്ടൻ ചായയാണ് കേട്ടോ. കല്ലുമ്മക്കായുടെ ഷെല്ലൊക്കെ വൃത്തിയാക്കി കത്തി ഉപയോഗിച്ച് അതിനെ രണ്ടായിട്ട് ഓപ്പൺ ചെയ്തു കേട്ടോ. എന്നിട്ട് ഒഴുകുന്ന വെള്ളത്തിൽ ഇങ്ങനെ റണ്ണിങ് വാട്ടറിൽ കഴുകിയെടുത്ത് ഇങ്ങനെ വെള്ളം തോരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുവാണേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാവ് പുഴുങ്ങലരി തലേന്ന് കുതിർത്തി വെച്ചിട്ട് തരിതരിപ്പായിട്ടായിരിക്കണം. അതിലേക്ക് ചെറിയുള്ളിയും തേങ്ങയും പെരുംജീരകമൊക്കെ ഒതുക്കിയിടണം കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും. അതിനുശേഷം നമ്മൾ ഷെല്ലിലേക്ക് ഈ മാവ് കുറച്ച് കുറച്ചായിട്ട് നിറച്ച് കൊടുക്കുക. ഇഡ്ഡലി പാത്രം വെച്ച് ഓരോരോരോ നിറച്ച ഷെല്ലുകൾ നമ്മൾ വെച്ച് കൊടുത്ത ശേഷം നന്നായിട്ട് അടച്ച് വെച്ച് ആവി വരണം കേട്ടോ. നല്ല ആവിയിലത് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ആവി വന്ന് തുറന്ന് നോക്കുക. ഇനി നമുക്കിതിനെ കോട്ട് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കാം. സാധാരണ ഫിഷ് ഫ്രൈക്ക് എടുക്കുന്ന പോലെ കുറേ കറിവേപ്പില, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഇതൊക്കെ കൊണ്ടൊരു വെള്ളം കൂടി ഒഴിച്ച് കുറച്ച് ലൂസിൽ സെമി ആയിട്ട് വേണം ഈ ഒരു മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഷെല്ല് റിമൂവ് ചെയ്യുന്നതിന് ശേഷം എന്ത് ചെയ്യുക, ഈ മസാല ഇതിലേക്ക് പുഴുങ്ങി വെച്ച ഇതിലേക്ക് നന്നായിട്ട് പിടിപ്പിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് നന്നായി പിടിപ്പിച്ചു. പാൻ എടുത്ത് എണ്ണ ഒഴിച്ച് എന്ത് ചെയ്യുക, അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് മറിച്ചിട്ട് മീൻ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഇതിനെ ഫ്രൈ ചെയ്യുക. അതേസമയം നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം തൊടി പോയി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു പുതിന ഇല പറിക്കാനാണ് പോയത്. പുതിനേൻ്റെ അവസ്ഥ ശോഷണീയ അവസ്ഥയായിരുന്നു. അപ്പോൾ അതിലൊന്നെടുത്തു, നല്ല സ്മെല്ലായിരുന്നു അതിനോട്ട്. അപ്പോൾ അത് തിളക്കുന്ന വെള്ളത്തിലിട്ടു, ചായപ്പൊടി ഇട്ടു. അങ്ങനെ കട്ടൻ ചായ സെറ്റായി. ഇനി കല്ലുമ്മക്കായും മൊരിഞ്ഞു വന്നപ്പോൾ കല്ലുമ്മക്കായും പ്ലേറ്റിലെടുത്തു. ഞാൻ നേരെ പോയത് എങ്ങോട്ടേക്കാണെന്ന് അറിയാം, നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ റോഡാണ്. പിന്നെ വണ്ടിയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ബസ്സുകളൊക്കെ. അപ്പോൾ അവിടെ റോഡ് നോക്കി ഇങ്ങനെ ഞാൻ കട്ടൻ ചായ ആസ്വദിച്ച് കല്ലുമ്മക്കായ ഒരു കടി കടിച്ചു. അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ട് ഞാൻ ഇങ്ങനെ കഴിക്കുവാണ്. അപ്പോൾ കല്ലുമ്മക്കായൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞ് അകത്ത് പോയപ്പോഴാണ് അമ്മ പിന്നെ ബത്തക്ക മുറിക്കുന്നത് കണ്ടത്. ബത്തക്ക ഞാൻ പൊതുവേ മഞ്ഞ കളറിലെ ബത്തക്ക കണ്ടിട്ടുണ്ട്, പുറത്തിങ്ങനെ ഗ്രീൻ കളറിന് പകരം. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഉള്ളിൽ മഞ്ഞയും പുറത്ത് പച്ചയുള്ള ബത്തക്ക ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ മഞ്ഞ കളറിലെ ബത്തക്ക എനിക്കിഷ്ടമല്ല, പക്ഷേ ഇത് നല്ല മധുരവും ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടം.